കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തനി നാടൻ രീതിയിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കളിയടയ്ക്ക എന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. പണ്ട് കാലത്തൊക്കെ ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് കളിയടയ്ക്ക തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി വറുത്തതാണ് കേട്ടോ വേണ്ടത്. എനിക്കൊരു വറുത്ത പാക്കറ്റ് പൊടിയാണ് കിട്ടിയത്. അതൊന്നുകൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് പൊടിയെടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞാലൊക്കെ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്കതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തണിയാനായിട്ട് വെക്കാം. ഇനി മാവ് കുഴയ്ക്കാനായിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചിരവിയതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകമൊന്നും അധികം കൂടണ്ട കേട്ടോ. ഇനി ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ചെറിയ തരി ഇരുന്നാലും കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ച പച്ചരിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടേ അരയ്ക്കാവൂ, കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. ചെറിയുള്ളി വേണ്ടവർക്ക് ചെറിയുള്ളിയും കൂടി ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടില്ല. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പത്തിരിക്കൊക്കെ മാവ് കുഴക്കണില്ലേ, ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ തിളച്ച വെള്ളത്തിൽ വേണം കേട്ടോ മാവ് കുഴച്ചെടുക്കാൻ. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് മാവിലേക്ക് അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണം. പിന്നീട് ഇതിൽ ഉപ്പൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നാലേ അതൊക്കെ ടേസ്റ്റായിട്ട് വരുള്ളൂ. ചെറിയുള്ളി വേണ്ടവർക്ക് ചെറിയുള്ളിയും ചേർക്കാം കേട്ടോ. ഇനി ചൂടാറുമ്പോൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് സമയം നല്ലപോലെ കുഴച്ചെടുത്ത് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അല്പം എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വലിയ ഉരുള പാടില്ല. ഉള്ളിലേക്ക് പുറമേ ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ വേവില്ല. അപ്പോൾ വലിയ ഉരുളകളാണെങ്കിലേ അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ബോൾസുകളായിട്ട് എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമാണ്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചൂടാവുമ്പോൾ ഈ ബോൾസുകളെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇടണം, പൊട്ടിക്കണ്ട. പൊട്ടിച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ ആവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിലേക്ക് എണ്ണയൊക്കെ കുടിച്ചാൽ തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ. ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം എത്ര എണ്ണ ചിലവായെന്ന്. ഒഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കിടന്ന് മൂപ്പാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഈ സമയമെല്ലാം. കുട്ടികളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എല്ലാവരുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അല്പസമയം കഴിഞ്ഞ് ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. വളരെ ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നോക്കൂ, വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കട്ടെ. രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു. ഒരു കപ്പ് മാവല്ലേ എടുത്തുള്ളൂ. ഇത്രയും കളിയടക്കി അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. നോക്കൂ, എണ്ണ അതേപോലെ ഇല്ലേ. അല്പം മാത്രമേ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ഓയിലൊന്നും ഉള്ളിൽ കുടിച്ചിട്ടുണ്ടാവില്ല. നന്നായി മൂപ്പിച്ച് വറുത്ത പൊടി കൊണ്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. വളരെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കളിയടക്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയുമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.